നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്താൻ അടിയന്തര UDF യോഗം ബുധനാഴ്ചയാണ് യോഗം ചേരുന്നത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി KG ദിനകർ ന്യൂസ് റൂമിൽ നിന്ന് ചേരുന്നുണ്ട്. ദിനകർ, അനുരഞ്ജനത്തിന്റെ എല്ലാ സാധ്യതകളും തള്ളിക്കളഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു രാഷ്ട്രീയ നിലപാടിലേക്ക് മാണി പോകുന്ന സാഹചര്യത്തിൽ എന്താണ് UDFന്റെ തീരുമാനം, മറ്റ് തുടർ നടപടികൾ? അരുൺ, UDF യോഗം ബുധനാഴ്ച ചേരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കെ എം മാണി എന്ത് നിലപാടെടുക്കും എന്നതുകൂടി ആശ്രയിച്ചായിരിക്കും യോഗത്തിൻ്റെ അജണ്ട നിശ്ചയിക്കുക. കെ എം മാണിയെ ഏത് വിധേനയും മയപ്പെടുത്തണം എന്ന നിലപാട് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് ഉണ്ട്. എന്നാൽ ഇന്ന് എന്ത് നിലപാടെടുക്കും, കെ എം മാണി വിഭാഗം എന്ത് നിലപാടെടുക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും തുടർ നീക്കങ്ങൾ. എന്തായാലും ബുധനാഴ്ച UDF യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. കെ എം മാണി ഇന്ന് ചരൽക്കുന്നിൽ തൻ്റെ നിലപാട് പ്രഖ്യാപിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. UDF വിട്ട് അല്ലെങ്കിൽ മുന്നണി വിട്ട് പ്രത്യേക ബ്ലോക്കായി നിയമസഭയിൽ ഇരിക്കാനുള്ള ഒരു തീരുമാനമായിരിക്കും മിക്കവാറും കൈക്കൊള്ളുക എന്നാണ് പുറത്തുവരുന്ന വിവരം. ആ ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും UDFനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടിയായിരിക്കും മാണി അത്തരത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടാൽ. കാരണം നിയമസഭയിൽ ഇപ്പോൾ തന്നെ ആകെ അംഗങ്ങളുടെ എണ്ണം UDFന് 47 ഉള്ളത്. മാണി ഗ്രൂപ്പ് കൂടി പോയാൽ 6 പേരുടെ കുറവാണ് അവിടെ സംഭവിക്കുക. പിന്നീട് 41 പേരായി ചുരുങ്ങുകയും ചെയ്യും. അതോടൊപ്പം തന്നെ മധ്യകേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്യും കെ എം മാണിയുടെ വിട്ടുനിൽക്കൽ. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ഥാനമാനങ്ങൾ സംബന്ധിച്ചും വലിയ പ്രതിസന്ധി ഉടലെടുക്കുകയും ചെയ്യും. കാരണം ആ കാര്യങ്ങളിലൊക്കെ കെ എം മാണി എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നുള്ളതും വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം മധ്യകേരളത്തിൽ പലയിടങ്ങളിലും കേരള കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ UDF അധികാരത്തിൽ ഇരിക്കുകയും ചെയ്യുന്നത്. അതൊക്കെ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നുള്ളത് സംബന്ധിച്ചും ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ട്. എന്തായാലും കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ഒരു പരസ്യ പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല. വളരെ മൃദുവായ സമീപനമാണ് ഇപ്പോൾ അവർ സ്വീകരിക്കുന്നത്. കെ എം മാണി എന്ത് നിലപാടെടുക്കും എന്നതിനനുസരിച്ചായിരിക്കും വരും ദിവസങ്ങളിൽ തങ്ങളുടെയും നിലപാട് വ്യക്തമാക്കുന്നത്. കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗത്തിന് കെ എം മാണിയുടെ ഈ നിലപാടിനോട് കടുത്ത അമർഷമാണ് ഉള്ളത്. കാരണം സ്വാഭാവികമായും UDF കോൺഗ്രസിൻ്റെ കൂടി വോട്ട് വാങ്ങി വിജയിച്ച ശേഷം ഇത്തരത്തിൽ പ്രത്യേക ബ്ലോക്കായിരിക്കാനുള്ള നിലപാടിനോട് യോജിക്കാൻ കഴിയുകയില്ല. മാണി പോകുന്നെങ്കിൽ പോകട്ടെ എന്ന നിലപാടാണ് പ്രത്യേകിച്ച് കോൺഗ്രസിലെ യുവജന വിഭാഗങ്ങൾക്ക് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം KPCC അധ്യക്ഷൻ VM സുധീരൻ ഉൾപ്പെടെയുള്ളവർ മാണിയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച ശേഷം പ്രതികരിക്കാം എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതുതന്നെയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഇന്ന് വ്യക്തമാക്കിയത്. അദ്ദേഹം എന്ത് നിലപാട് പ്രഖ്യാപിക്കും എന്നറിഞ്ഞതിന് ശേഷം മാത്രം ഇത്തരത്തിൽ നിലപാട് സ്വീകരിക്കാമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടി ഇന്ന് കോട്ടയത്ത് പുതുപ്പള്ളിയിലാണ് ഉള്ളത്. അദ്ദേഹം വൈകുന്നേരത്തോടു കൂടിയായിരിക്കും തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരുക. ഇത് സംബന്ധിച്ച് കൂടുതൽ പ്രതികരണത്തിന് അദ്ദേഹവും മുതിർന്നിട്ടില്ല. ഹൈക്കമാൻഡും ഈ വിഷയത്തിൽ കാര്യങ്ങൾ നിരീക്ഷിച്ച് വരികയാണ്. എന്ത് നിലപാടായിരിക്കും കെ എം മാണി സ്വീകരിക്കുക എന്നതനുസരിച്ചായിരിക്കും തുടർ നടപടികൾ. എന്തായാലും UDF യോഗം ബുധനാഴ്ച ചേരുന്നുണ്ട്. അതിൽ തുടർ നടപടികൾ അല്ലെങ്കിൽ ചർച്ചകൾ ഏത് വിധേന മുന്നോട്ട് പോകണമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും. അരുൺ, KG ദിനകറാണ് ഞങ്ങളുടെ പ്രതിനിധി ന്യൂസ് റൂമിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കേരള കോൺഗ്രസ് UDF വിടുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എന്നുണ്ടാകും. ഉച്ചയ്ക്ക് കെ എം മാണി മാധ്യമങ്ങളെ കാണും. നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കാൻ ചരൽക്കുന്ന് ക്യാമ്പിൽ പ്രമേയം. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദ് ചേരുന്നു ചരൽക്കുന്നിൽ നിന്ന്. സാലി, രാഷ്ട്രീയ പ്രമേയത്തിന്റെ മറ്റ് വിവരങ്ങളൊപ്പം നിർണായകമായ ആ രാഷ്ട്രീയ തീരുമാനം ഇന്നുണ്ടാകുമോ? ഉച്ചയോടുകൂടി അതുണ്ടാകുമോ? ആ പ്രഖ്യാപനം ഉണ്ടാകുമോ? അരുൺ, സ്വാഭാവികമായും ഇനി പ്രഖ്യാപനം എന്ന കടമ്പ മാത്രമാണ് ശേഷിക്കുന്നത്. സാങ്കേതികമായി എല്ലാ തീരുമാനങ്ങളും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം കൈക്കൊണ്ടു കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ക്യാമ്പിനുള്ളിൽ ചർച്ചകളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. ചർച്ചയിൽ ഉടനീളം ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ കോൺഗ്രസ് കഴിഞ്ഞ വർഷങ്ങളിൽ സ്വീകരിച്ച നിലപാടുകൾ സംബന്ധിച്ചുള്ള കടുത്ത വിമർശനങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില സീറ്റുകളിലെങ്കിലും UDF സ്ഥാനാർത്ഥികളായി മത്സരിച്ച കേരള കോൺഗ്രസ് നേതാക്കളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ ജോസ് കെ മാണിയെ പോലുള്ള വളരെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ചർച്ചയിൽ പറയുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം PC ജോർജ് മത്സരിക്കുകയും ഇരുമുന്നണികളെയും പരാജയപ്പെടുത്തി നിയമസഭയിലെത്തുകയും ചെയ്ത പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തെക്കുറിച്ച് തന്നെയാണ്. അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വേണ്ടി രമേശ് ചെന്നിത്തല നിലപാട് സ്വീകരിച്ചു. ജോസ് കെ മാണി പറഞ്ഞത് ഇങ്ങനെയാണ്: സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഒരാൾക്ക് വേണ്ടി പണം നൽകുക പോലും ചെയ്തു രമേശ് ചെന്നിത്തല പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിൽ എന്നാണ്. അതായത് PC ജോർജിന് വേണ്ടി വളരെ പ്രകടമായി രംഗത്തിറങ്ങി ഐ ഗ്രൂപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഐ ഗ്രൂപ്പ് അവിടെ കാലുവാരി ആണ് UDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത് എന്ന് ജോസ് കെ മാണി
ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറയുകയുണ്ടായി. അതായത് ഒരു കാരണവശാലും ഇനി തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് വ്യക്തമാണ്. അത് ഏതറ്റം വരെ പോകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും പ്രത്യേക ബ്ലോക്കായിരിക്കണം എന്നുള്ളത് ഏറ്റവും ചെറിയ കാര്യമാണ്. ആ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി പൂർണ്ണമായി UDF-ഉമായുള്ള ബന്ധം അറുത്തുമുറിക്കണോ എന്നുള്ളതാണ് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനമായി കൈക്കൊള്ളാനുള്ളത്. അത് സ്വാഭാവികമായും അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പലയിടത്തും ഭരണമാറ്റമുണ്ടാകും. അത്തരം ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കണോ? സ്വാഭാവികമായും കോൺഗ്രസിൻ്റെയും മറ്റും അംഗങ്ങളുടെ പിന്തുണയോടുകൂടി കേരള കോൺഗ്രസ് നേതാക്കൾ ചില പഞ്ചായത്തുകളിലും നഗരസഭകളിലുമെങ്കിലും അധ്യക്ഷ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നുണ്ട്. നേരെ തിരിച്ച് കേരള കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണയോട് കോൺഗ്രസ്സുകാരും പ്രസിഡന്റുമാരും ചെയർമാൻമാരും ഒക്കെ ആയിട്ടുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ ഇപ്പോൾ ആ ബന്ധം അറുത്തുമുറിച്ചാൽ ഭരണമാറ്റമുണ്ടാകും. അത്തരമൊരു നിലപാടിലേക്ക് പോകണോ എന്നതുൾപ്പെടെയുള്ള രണ്ടാം ഘട്ട കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ ചർച്ച പുരോഗമിക്കുന്നത്. സ്വാഭാവികമായും മറ്റൊരു ബ്ലോക്കായിരിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടു കഴിഞ്ഞു. ഇനി പൂർണ്ണമായി രാഷ്ട്രീയ ബന്ധം അവസാനിപ്പിക്കണോ? അത് നമുക്ക് ലഭിക്കുന്ന വിവരം അത്തരത്തിൽ പൂർണ്ണമായൊരു രാഷ്ട്രീയ ബന്ധം അവസാനിപ്പിക്കാൻ ഒരു പക്ഷേ തയ്യാറാവില്ല. ലോക്കൽ ബോഡീസിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെങ്കിലും സ്റ്റാറ്റസ് കോ നിലനിർത്തുക എന്നൊരു സമീപനമായിരിക്കും ഉണ്ടാവുക. പക്ഷേ അത് എത്രമാത്രം പ്രായോഗികമാണ് എന്നൊരു വിഷയമുണ്ട്. കാരണം ഇപ്പോൾ മാണിയുടെ തീരുമാനം ഇന്ന് ഉച്ചയോടുകൂടി പുറത്തു വന്നു കഴിഞ്ഞാൽ വലിയ പ്രതികരണം UDF ഭാഗത്തു നിന്നുണ്ടാവും. UDF നേതാക്കൾ വിമർശനവുമായി രംഗത്തിറങ്ങും. അപ്പോൾ സ്വാഭാവികമായി ബന്ധങ്ങൾ അകലും. ആ ബന്ധങ്ങൾ അകലുന്നത് ഒടുവിലെത്തിച്ചേരുക ലോക്കൽ ബോഡീസിലടക്കം ബന്ധങ്ങൾ മുറിയുന്ന തരത്തിലേക്കായിരിക്കും. അത്തരം ചില പ്രതിസന്ധികളൊക്കെ ഇരു വിഭാഗവും കേരള കോൺഗ്രസ് മാണി വിഭാഗവും കോൺഗ്രസും നേരിടുന്നുണ്ട്. എങ്കിലും ഒരു കാരണവശാലും പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം. അത് ഏതറ്റം വരെ പോകും എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതിയായിരുന്നു. ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് ചരൽക്കുന്നിൽ നിന്നും.